ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നതാ വീണ്ടും മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു മൂക്കുത്തിയും അതിന് മാച്ച് ചെയ്തൊരു കമ്മലുമായിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പല കളർ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സിംഗിൾ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂ എടുത്തിട്ടുണ്ട്, മജന്ത, റെഡ്, പിന്നെ വൈറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീസായിട്ട് സിംഗിൾ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. കമ്മലിന് ഞാൻ മൾട്ടി കളറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിംഗിൾ പീസ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സ്റ്റഡിൻ്റെ ബേസാണ്, ചെറിയ ബേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ B7000 ഗ്ലൂ, വാക്സ് ഷീറ്റുമെയാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മൂക്കുത്തി ചെയ്യാനായിട്ട് ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഐപ്പിനെ വളച്ചിട്ടാണ് നമ്മൾ മൂക്കുത്തി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം മൂക്കുത്തിക്കായിട്ട് സെൻറ്ററിൽ ഞാൻ ബ്ലൂ ആണ് ഒട്ടിക്കുന്നത്. രണ്ട് കളർ ചെയ്യുന്നുണ്ട്, ഒന്ന് സെൻറ്ററിൽ ബ്ലൂവും ഒന്ന് മജന്തയും. അപ്പോൾ ആദ്യം ബ്ലൂ ഒട്ടിക്കുക, അതിന് ചുറ്റും നമുക്ക് വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു സ്റ്റഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ മൂക്കുത്തിയുടെ സ്റ്റഡ് ചെയ്തിരിക്കുന്നത്. മൂക്കുത്തി ചെറുത് തന്നെയാണല്ലോ എപ്പോഴും ഭംഗി. അപ്പോൾ ഞാൻ കമ്മലിന് മാച്ച് ചെയ്ത് ചെയ്യുന്നത് കുറച്ച് വലിയ ഒരു സ്റ്റഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ മൂക്ക് കുത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് മൂക്കുത്തി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് മൂക്കുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കൊക്കെ കോമ്പറ്റീഷനുകളൊക്കെ വരുമ്പോൾ, തിരുവാതിര അതുപോലെ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ നമ്മൾ മൂക്കുത്തിയൊക്കെ വാങ്ങിക്കാറാണല്ലോ പതിവ്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്കിതുപോലെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ഗ്ലൂ ഒന്ന് വെച്ചിട്ട് നമുക്കിത് ഓരോ സ്റ്റോണും ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നല്ല കറക്റ്റിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കുക. ഇതുപോലെ സിംഗിൾ പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മൾ ചുറ്റി ഒട്ടിക്കാൻ നിന്നാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. B7000 ആയത് കാരണം തന്നെ നല്ല പശയാണ്, നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ അങ്ങനെ പോവൊന്നുമില്ല. ഇത് വാക്സ് ഷീറ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ വാക്സ് ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് കളറൊക്കെ വാങ്ങി നമുക്ക് സ്റ്റോണിന് ഏത് മാച്ച് വരുന്നതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്യാം. വാക്സ് ഷീറ്റ് തന്നെ വേണമെന്നില്ല. OHP ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്ലാസ്റ്റിക് കവർ പോലത്തെ, ജസ്റ്റ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു പേപ്പറാണ് OHP ഷീറ്റ്. അതൊക്കെ സ്റ്റേഷനറി കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിലായാലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ മൂക്കുത്തിയുടെ ആ ഒരു സ്റ്റോൺ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഒരു ഫ്ലവർ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാൻ. നമ്മളത് ഫുള്ള് കട്ട് ചെയ്ത സ്റ്റോൺ മാത്രമായിട്ട് കട്ട് ചെയ്ത് നിർത്തണം. എന്നിട്ട് വേണം നമുക്ക് മൂക്കുത്തിയുടെ ബേസ് ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് അതുവഴിക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റോണൊന്ന് വിട്ടുപോരുത്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോണൊക്കെ അടർന്നു പോകും. പിന്നെ നമ്മുടെ കത്രികയുമേ പശ പിടിച്ചാൽ നമുക്കത് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അരികൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുത്താൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, സ്റ്റോണുമൊന്നും തട്ടാതെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ നമുക്ക് സ്റ്റഡുകൾ ഉണ്ടാക്കി കമ്മലുകൾ, അതുപോലെ തന്നെ മാലയ്ക്ക് ലോക്കറ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഐപ്പിന്നെ എടുക്കുക. ഐപ്പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. കറക്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇനി നമ്മൾ വളച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഹൂക്കില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് നമുക്കിതുപോലെ നമ്മൾ ഫ്രണ്ടിലുള്ള പോലെ ഒരു ഹൂക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് മൂക്കിൽ കൊണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. അതിന് ശേഷം ആ കമ്പി പിടിച്ചിട്ട് തിരിച്ചു വയ്ക്കുക. എന്നാലേ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു ഇതേ രീതിയിൽ തന്നെ ആ പൊസിഷനിലേക്ക് തന്നെ ആക്കി വയ്ക്കുക. കണ്ടോ, രണ്ടും ഒരേ രീതിയിൽ ഇരിക്കുന്ന രീതിയിലാക്കുക. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കേട്ടോ, ചെയ്യാൻ എല്ലാവർക്കും പറ്റണതാണ്. ഇതുപോലെ വരും. അപ്പോൾ ഇനി ഇതുമ്മയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാക്സ് ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചതിനേക്കാളും ചെറിയൊരു പീസായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. കണ്ടോ, ഇതുപോലെ ആവണം. ഇനി ഈ ഒരു പീസ് നമ്മുടെ ഐപ്പിനും ഒട്ടിച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റോണും വഴിക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അത് വിട്ടുപോരുകയില്ല. നന്നായിട്ട് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ B7000 ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂ തന്നെ എടുക്കുക, കാരണം നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇതുപോലെ എടുത്തിട്ട് ഞാൻ ആദ്യം വെച്ചത് മറിഞ്ഞു പോയി കണ്ടോ. ഇങ്ങനെയല്ല വയ്ക്കുക, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വയ്ക്കുക. തിരിച്ച് വെക്കണം. ഞാൻ പെട്ടെന്ന് വെച്ചപ്പോൾ അത് മാറിപ്പോയി. ഇതുപോലെ വെക്കണം. എന്നിട്ട് വേണം സ്റ്റോൺ അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ വരണമെങ്കിലല്ലേ നമുക്ക് ഫ്രണ്ടിലേക്ക് സ്റ്റോൺ നിൽക്കുകയുള്ളൂ. ഞാൻ പെട്ടെന്ന് വെച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ സ്റ്റോണൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ഒരു മൂക്കുത്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മേക്ക് ചെയ്തെടുത്തതാണെന്ന് ആരും പറയില്ല. അകലേന്ന് കണ്ട കറക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നൊക്കെ അതേ രീതിയിൽ തന്നെ വരുന്നുണ്ട്. കണ്ടോ, അതായത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മൂക്കുത്തി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ സിമ്പിളായിട്ട് ചെയ്യുന്ന മൂക്കുത്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കമ്മൽ ചെയ്യാം. മൾട്ടി കളർ കമ്മൽ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാം. സെയിം ഇതേ രീതിയിൽ തന്നെയാണ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കുറച്ച് വലിയൊരു സൈസ് സ്റ്റോണാണ് ഞാൻ ഒട്ടിക്കുന്നത്, റെഡ് കളറ്. അതിന് ചുറ്റും മൾട്ടി കളർ സ്റ്റോണുകൾ ഓരോ പീസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ഈ മൾട്ടി കളർ തന്നെ മൂക്കുത്തിയും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി മേക്കിംഗ് മാത്രമല്ല, ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഓരോ സ്റ്റോണായിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലൂ ആണ് ഒട്ടിച്ചത്, പിന്നെ ഗ്രീൻ, പിന്നെ മജന്ത. അങ്ങനെ ഇനി വരുമ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ച സ്റ്റോൺ തന്നെ ഒട്ടിക്കണം. കറക്റ്റ് നേരെ വരും അത് സ്റ്റോണുകൾ. ഇപ്പോൾ ബ്ലൂവിൻ്റെ തൊട്ട് താഴെയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് വരിക, ബ്ലൂ തന്നെ വരും. ആ ഒരു രീതിയിലാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ 6 സ്റ്റോണാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. ഓരോ കളറിൻ്റെ 2 സ്റ്റോൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ മിക്സ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇതും സെയിം ഫ്ലവർ ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല കളറുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ 3 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മൂക്കുത്തിക്കും 2 കമ്മലിനും വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അരികൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ സ്റ്റഡ് ബേസ് നമ്മൾ മൂക്കുത്തി ഒട്ടിച്ച പോലെ തന്നെ സ്റ്റഡ് ബേസാണ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റഡ് ബേസും സെയിം അതേ രീതിയിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ബേസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ കിട്ടും നമ്മളത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കമ്മലുകൾ ചെയ്യുന്നതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. അതിൻ്റെ തന്നെ ഞാൻ മൂക്കുത്തി ചെയ്തതാണിത്, മൾട്ടി കളർ സ്റ്റോൺ വെച്ചത്. ഇത് കുറച്ചൊരു സൈസ് കൂടുതലാണ്. അപ്പോൾ വലിയ ടൈപ്പ് മൂക്കുത്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. കാരണം ഇതിൻ്റെ റെഡ് സ്റ്റോൺ ഇത്തിരി വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കുറച്ച് വലിപ്പം വന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വേണ്ടവർക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെറിയ സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ സ്റ്റോൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ പിന്നിൻ്റെ ആ ഉള്ളിലായിട്ട് നമുക്ക് ഒരൊറ്റ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളൊരു മൂക്കുത്തി കിട്ടും. അതായത് ഞാൻ പറഞ്ഞത് ബേസ് നമ്മൾ ഇതുപോലെ ആ ഒരു പീസിലേക്ക് ഒന്ന് കുത്തി ഇറക്കുക. അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ബാക്കിൽ ഒട്ടിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മൂക്കുത്തി ചെയ്ത പോലെ തന്നെ സ്റ്റോണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റഡിൻ്റെ ബേസ് അതിലേക്ക് ഒട്ടിച്ച് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അതായിരിക്കും എളുപ്പം. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ബിഗിനേഴ്സിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ദിവസമായി നമ്മൾ മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. യാത്ര, അതുപോലെ അച്ഛൻ വരണേൻ്റെ തിരക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും അച്ഛൻ വന്നിട്ടും അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മടി പിടിച്ചു. പിന്നെ വീഡിയോ ചെയ്യാനായിട്ടൊരു മടിയായി. അപ്പോൾ നമ്മൾ കുറച്ച് വ്ളോഗൊക്കെ ആയിട്ട് വരികയായിരുന്നു. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്ളോഗായിരിക്കില്ലല്ലോ കാണാൻ ആഗ്രഹിക്കുന്നത്. അവർ മേക്കിംഗ് വീഡിയോസ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും മേക്കിംഗ് വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ തിരക്കൊക്കെ ഉള്ള സമയങ്ങളിൽ ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ വീഡിയോസും ഇത് സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ അതായത് നമ്മുടെ കമ്മലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോഴും ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് കട്ട് ചെയ്യുക. സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുത്താൽ നമ്മുടെ നല്ല അടിപൊളി മൾട്ടി കളറ് കമ്മലും അതുപോലെ മൂക്കുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിനൊന്നും ഒരുപാട് പൈസയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്റ്റോണൊക്കെ ഇതുപോലെ കുറച്ച് നമ്മളൊരു മീറ്ററൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പല കളറ് കമ്മലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ചാനലിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.